ഹായ്, നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ബ്ലഡ്, അതുപോലെ ഫ്ലീബോട്ടമി, ഹീമറ്റോളജി ഇത്രയും പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ്, അതിന്റെ ട്രാൻസ്ഫ്യൂഷൻ എങ്ങനെയായിരിക്കണം, അതുപോലെ ബ്ലഡിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്ലഡ് ബാങ്കിങ്ങും അതുപോലെ ഇമ്മ്യൂണോ ഹിമറ്റോളജി എന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ബ്ലഡ് ബാങ്കിങ് നമുക്കറിയാം. ഇപ്പൊ ബ്ലഡ് ബാങ്കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എ ഗ്രൂപ്പ് ആണെങ്കിലും ബി ഗ്രൂപ്പ് ആണെങ്കിലും അതെല്ലാം അവരുടേക്കും ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഓരോ പേഷ്യൻസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് ഇപ്പോ ബ്ലഡ് റെസിപ്പിയൻസിന് അല്ലെങ്കിൽ ഡോണേഴ്സിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോണേഴ്സിനെ റെസിപ്പിയൻസിന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈ ബ്ലഡ് ബാങ്കിനെ സമീപിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ബ്ലഡ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇമ്മ്യൂണോ ഹിമറ്റോളജി എന്ന് പറയുന്നത്, ഹിമറ്റോളജി എന്നുള്ള വേർഡ് കൊണ്ട് നമുക്കറിയാം അത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെ പറയുന്ന ഒരു ബ്രാഞ്ച് ആണ്. ഇമ്മ്യൂണോ എന്നുള്ളത് എന്താണ്? ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലഡ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് വഴി എന്തൊക്കെ ഇമ്മ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാം, അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം, ആരാണ് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പോ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഉണ്ടാവാം, ബി ഉണ്ടാവാം, എ ബി ഉണ്ടാവാം, ഒ ഉണ്ടാവാം. അപ്പൊ ഇതിനെ ടോട്ടൽ ആയിട്ട് പറയുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് 90s-ലാണ്. അപ്പൊ ഇത് ഡിസ്കവർ ചെയ്തത് കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ കിട്ടുകയും ചെയ്തു 1930-ൽ ഈ ഒരു ഡിസ്കവറിക്ക്. ഓക്കെ, ദെൻ അടുത്തത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയാനുള്ളത് ആന്റിജൻസ് ഉണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ആന്റിജൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ആന്റിബോഡീസ് ആയിരിക്കാം ഒരു എ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ കയ്യില്? ഏത് ടൈപ്പ് ആന്റിജൻ ആയിരിക്കാം? ആന്റിജൻ എ ആണ്. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ആന്റിബോഡി ആയിരിക്കാം? ആന്റിബോഡി ബി ആണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ആന്റിജൻസ് എന്ന് പറയുന്നത് ആർ ബി സിയുടെ മുകളിലാണ് കാണാം. ഓക്കെ, ആർ ബി സിയിലാണ് അവർ പ്രസന്റ് ആയിരിക്കുക ആന്റിജൻസ്. ആന്റിബോഡീസ് കാണുന്നത് പ്ലാസ്മയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ സീറത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പം എ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകളിൽ ആന്റിജൻ അല്ലെങ്കിൽ ആർ ബി സിയുടെ മുകളിലുള്ള ആന്റിജൻ എയും ആന്റിബോഡി ആന്റി ബിയും ആയിരിക്കും. ഇനി അവരുടെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഫീനോ ടൈപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെ പറയുന്നതാണ് ജീനോ ടൈപ്പ് എന്നുള്ള വേർഡ്. അപ്പൊ ഇവരുടെ ജീനോ ടൈപ്പ് എ അല്ലെങ്കിൽ എ ഒ ആയിരിക്കും. ഓക്കെ, ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെന്നുണ്ടെങ്കിൽ ആന്റിജൻ ബി ആണ്, ആന്റിബോഡി ആന്റി എ ആണ്, ജീനോടൈപ്പ് ബി അല്ലെങ്കിൽ ബി ഒ ആണ്. ഓക്കെ, ദെൻ എ ബി ടൈപ്പ് ഉള്ളവരിൽ അവർക്ക് ആന്റിജൻസ് എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്, രണ്ടും ഉണ്ടായിരിക്കും. പക്ഷെ ആന്റിബോഡീസ് അവരുടെ സിറത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എ ബി മാത്രമാണ്. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആന്റിജൻസ് ഉണ്ടായിരിക്കില്ല, ബട്ട് ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. അതായത് ആന്റി എ അല്ലെങ്കിൽ ആന്റി ബി രണ്ടും അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നേരെ എ ബിയുടെ നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് ഓയിൽ വരുന്നത്. ദെൻ അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഒ ആണ്. അപ്പൊ ഈ ഒ അല്ലെങ്കിൽ ജീനോടൈപ്പ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു എ ബി ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് അവരിലെ ഐ എയും ഐ ബിയും ഇങ്ങനെ ജീനോടൈപ്പ് എഴുതാനായിട്ട് പറ്റും. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ഒ അവരിൽ ആയിട്ടുള്ളവരിലെ ഐ ഒയും അതുപോലെ ഐ ഒയും ഇങ്ങനെ അവരുടെ ജീനോടൈപ്പ് എഴുതാം. ഐ എന്നിട്ടിട്ടും ജീനോടൈപ്പ് എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഡ്രോ ചെയ്തത്. ദെൻ അപ്പം ആന്റിജൻ ആന്റിബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ദെൻ ഇനി എങ്ങനെയാണ് കോമ്പാറ്റിബിലിറ്റി തീരുമാനിക്കുന്നത്? അതായത്
ഇവിടെ നമുക്കറിയാം ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടക്കുന്ന സമയത്ത് ഇപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് ആരുടെയൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അതാണ്, അപ്പം എങ്ങനെയാണ് അവർ തമ്മിൽ മാച്ചിങ് ആവുന്നത്, അപ്പൊ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് കോമ്പാറ്റിബിൾ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ടൈപ്പ് എ ബ്ലഡ് ഉള്ള ആളുകളില് അവർക്ക് ആരുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ കയ്യിൽ നിന്നും, അതുപോലെ തന്നെ ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ കയ്യിൽ നിന്നും അവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിയും ഒയും ഡോണേഴ്സിന് റിസീവ് ചെയ്യാൻ പറ്റും. എ ബി ടൈപ്പ് ബ്ലഡ് ആണെങ്കിൽ അവർക്ക് എ ടൈപ്പ് ഉള്ള ഗ്രൂപ്പുകാരനും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഒയിൽ നിന്നും ഡോണേഴ്സിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഇവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓയിൽ നിന്നും മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് കണ്ട എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളവർക്കൊക്കെയും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവരാരാണ്? യൂണിവേഴ്സൽ ഡോണർ ആണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്, എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. ഒ എന്നുള്ളത് യൂണിവേഴ്സൽ ഡോണർ ആണ്, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത്. ഇതനുസരിച്ചാണ് നമ്മൾ ബ്ലഡ് സ്വീകരിക്കുന്നത്. ദെൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ സമയത്തും ഈ ഒരു കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് തന്നെയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും നടത്താറ്. ഓക്കെ, അപ്പം ഇത് എന്തിനാണ് ചെയ്യുന്നത്? അഡ്വേഴ്സ് റിയാക്ഷൻസ്, അതായത് ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പാറ്റബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിനൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നത് റിജക്ഷൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതായത് ഇപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആന്റിജൻ എയും ആന്റിബോഡി ആന്റി ബിയും ആണ് ഉണ്ടായിരിക്കുക. അവരുടെ ജീനോടൈപ്പ് എ അല്ലെങ്കിൽ എ ഒ. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി ആണെന്നുണ്ടെങ്കിൽ ആന്റിജൻ ബി തന്നെ ആയിരിക്കും, ആന്റിബോഡി ആന്റി എ ആയിരിക്കും, ജീനോടൈപ്പ് ബി അല്ലെങ്കിൽ ബി ഒ. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെങ്കിൽ അവർക്ക് ആന്റിജൻ എ ഉണ്ടാവും ബി ഉണ്ടാവും, ബട്ട് ആന്റിബോഡീസ് ഉണ്ടാവില്ല, അവരുടെ ജീനോടൈപ്പ് എ ബി ആണ്. ഒ ആണെങ്കിൽ അവർക്ക് ആന്റിജൻസ് ഉണ്ടാവില്ല, ആന്റിബോഡി ആന്റി എയും ആന്റി ബിയും ഉണ്ടാകും. നേരെ ഓപ്പോസിറ്റ് ആണ് എ ബിക്ക്. ഇവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഒ ആണ്. കോമ്പാറ്റബിലിറ്റിയുടെ കേസ് പറയുമ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എയിൽ നിന്നും ഒയിൽ നിന്നും സ്വീകരിക്കാം, ബി ആവുമ്പോൾ ബിയിൽ നിന്നും ഒയിൽ നിന്നും സ്വീകരിക്കാം, എ ബി ആവുമ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും എ ബിന്നും ഒയിൽ നിന്നും അവർക്ക് എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയും. ഒ ആകുമ്പോൾ അവർക്ക് ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, പക്ഷേ എക്കും ബിക്കും എ ബിക്കും എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അവരെ യൂണിവേഴ്സൽ ഡോണർ എന്നും പറയും. ഓക്കെ, ഇതൊക്കെയും ചെക്ക് ചെയ്യുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തും മെയിൻ ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഈ ഒരു എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള വേറൊരു സിസ്റ്റമാണ് RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അപ്പൊ എന്തായിരിക്കും ഈ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? അതായത് ഇപ്പം RH ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പറയുന്നത്. ഇപ്പൊ എ ബി ഒ നമ്മൾ പറഞ്ഞു ആന്റിജൻസ് ആന്റിബോഡി കേസിലാണ്. ഏതൊക്കെ ആന്റിജൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്? ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്, ആന്റിബോഡി ആയാലും ആന്റി എ ഉണ്ട്, ആന്റി ബി ഉണ്ട്. വേറെ ഒന്നും നമ്മൾ ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതും മെയിൻ ആയിട്ട് RH ഫാക്ടറിന്റെ ബേസിസിലാണ് ഇവര് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. RH ഫാക്ടർ അല്ലെങ്കിൽ അതിനെ റീസസ് ഫാക്ടർ എന്നും പറയും. അപ്പൊ ഇതൊരു ടൈപ്പ് പ്രോട്ടീൻ ആണ്. ഇത് കാണുന്നതും RBCസിൽ തന്നെയാണ്. അപ്പൊ ആന്റിജൻ RBCയുടെ മുകളിലാണ് കാണാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ABO സിസ്റ്റത്തില്. RH സിസ്റ്റത്തിൽ പറയാനുള്ളത് ഇവിടെ RH എന്ന് പറയുന്ന റീസസ് ഫാക്ടർ കാണുന്നതും എവിടെയാണ്? RBCസിലാണ്. ഓക്കെ, അപ്പൊ RBCസില് RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു ബ്ലൂ കളേഴ്സിൽ കാണിച്ചിട്ടുള്ളത്. അവരെ RH പോസിറ്റീവ് എന്നാണ് പറയാം. ദെൻ RH ഇല്ലെങ്കിൽ അവരെന്താണ്? RH നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി RH ബ്ലഡ് ടൈപ്പ് അതെന്താന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ABO ആൻഡ് RH ബ്ലഡ് ടൈപ്സ്. 6
RH ആന്റിജൻസ് ആണ് ഉള്ളത്. 6 ആന്റിജൻസ് ആണ് ഉള്ളത്. അവരെ മൊത്തത്തിൽ RH ഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയാണ് ആ RH ആന്റിജൻസ്? C, D, E, സ്മോൾ ലെറ്റർ C, D, E. ഓക്കെ, അപ്പൊ ഇത്രയും 6 ആന്റിജൻസ് ആണ് ഉള്ളത്. ഇനി ടൈപ്പ് ഡി ആന്റിജൻ ഈസ് മോസ്റ്റ് പ്രിവാലന്റ് ആൻഡ് മോർ ആന്റിജനിക്. ഇനി ടൈപ്പ് ഡി എന്ന് പറയുന്ന ആന്റിജനും ഒരുപാട് മോസ്റ്റ് പ്രൊമനന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിവലന്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു ആന്റിജൻ ഡി ആണ്. ഇനി പേഴ്സൺസ് ഹാവിങ് ഡി ആന്റിജൻ അവര് RH പോസിറ്റീവ് ആയിരിക്കും. പേഴ്സൺസ് ഹാവിങ് നോ ഡി ആന്റിജൻ അവര് RH നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലൊക്കെ കാണുന്ന ഒന്നാണ് എന്ത്, ഇപ്പോ AB പോസിറ്റീവ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു RH ഫാക്ടറിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് ആണ്. ഓക്കെ, അപ്പം RH ഫാക്ടർ അതായത് ഇപ്പം ഡി ആന്റിജൻ ഉണ്ടെങ്കിൽ RH പോസിറ്റീവ്, അപ്പൊ AB പോസിറ്റീവ് ആയി. ഇനി AB ഗ്രൂപ്പുകാരിൽ തന്നെ RH ഫാക്ടർ ഇല്ലെങ്കിൽ അവർ AB നെഗറ്റീവ് ആയി. അങ്ങനെയാണ് നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ടേം പറയുന്നത്. ഓക്കെ, ABO സിസ്റ്റത്തിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പൊ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? RBCസിൽ ഡി ആന്റിജൻ ഉണ്ടെങ്കിൽ അവര് പോസിറ്റീവ്, ഇല്ലെങ്കിൽ അവർ നെഗറ്റീവ്. അപ്പൊ ഈ ABയുടെ കൂടെ പോസിറ്റീവ് നെഗറ്റീവ് ചേർക്കുന്നത് ഈ ഒരു RH ഫാക്ടറിന്റെ പ്രസൻസ് ആബ്സെൻസ് നോക്കിയിട്ടാണ്. ഓക്കെ, ദെൻ RH ഫാക്ടർ എന്ന് പറയുന്നത് RBCയുടെ മുകളിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ആന്റിജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഡിസ്കവർ ചെയ്തത് വീനറും ലാൻസ്റ്റീനറും കൂടിയിട്ടാണ് 1940. ഇനി ഈ റീസസ് ഫാക്ടർ എന്നാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഇന്ത്യൻ ബ്രൗൺ മങ്കീസിന്റെ മക്കാക്കസ് റീസസ് എന്ന് പറഞ്ഞിട്ടുള്ള മങ്കീസ്, അവരിലാണ് ഏറ്റവും ഫസ്റ്റ് ഇത് ഐഡന്റിഫൈ ചെയ്തത്. അവരുടെ റെഡ് ബ്ലഡ് സെൽസിലാണ് ഏറ്റവും ഫസ്റ്റ് ഇത് ഐഡന്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് അതിന് റീസസ് ഫാക്ടർ എന്ന് പേര് കൊടുത്തത്. ഓക്കെ, മക്കാക്കസ് റീസസ് എന്ന് പറഞ്ഞിട്ടുള്ള മങ്കീസിന്റെ റെഡ് ബ്ലഡ് സെൽസിലാണ് ഇത് ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് RH ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ വീനർ ലാൻസ്റ്റീനർ ആണ് ഇത് കണ്ടുപിടിച്ചത് 1940. അതുപോലെ തന്നെ RBCസിൽ കാണുന്ന ആന്റിജൻസ് ആണ് ഈ RH ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് A എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടൈപ്പ് ഉണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ RH agglutinins cause agglutination of fetal RBCs resulting in hemolysis. ഇനി പറയാൻ പോകുന്നത് ഇപ്പൊ ഈ RH ഫാക്ടർ കാരണം ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണോ ഹിമറ്റോളജിക്കൽ ഡിസോർഡറിനെ പറ്റിയിട്ടാണ്, അതായത് അല്ലെങ്കിൽ ഒരു ഹിമോലിസിസിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പൊ RH അഗ്ലൂട്ടിനൈൻസ് അവര് അഗ്ലൂട്ടിനേഷൻ നടത്തുമ്പോൾ, അതായത് ഇപ്പം ഫീറ്റസിന്റെ RBCസിന്റെ അഗ്ലൂട്ടിനേഷൻ നടത്തുമ്പോൾ അവിടെ ഹീമോലൈസിസ് ഉണ്ടാകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു. ഈ ഹീമോലൈസിസ് കുറച്ചും കൂടി സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഫീറ്റസിന് ജോണ്ടിസ് വരും. ഇനി അപ്പൊ ഈ ഒരു ഹീമോലൈസിസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് RBCസിന്റെ പ്രൊഡക്ഷനെ ഇവരെന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഹീമോലൈസിസിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ലാർജ് ആൻഡ് ഇമ്മച്ചുർ സെൽസ് ഓഫ് എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ് ആർ റിലീസ്ഡ് ഇൻ ടു സർക്കുലേഷൻ. അതായത് ഈ ഒരു സമയത്ത് ഇപ്പം ഒരുപാട് ഇമ്മച്ചുർ ആയിട്ടുള്ള RBCസിനെ എവിടേക്ക്? സർക്കുലേഷനിലോട്ട് റിലീസ് ആകും. ഇനി ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസീസിനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അതായത് ഒരു റയർ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണ്. ഇത് ഒക്കർ ആകുന്നത് ഇപ്പം പ്രഗ്നന്റ് പേഴ്സന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഫീറ്റസിന്റെ റെഡ് ബ്ലഡ് സെല്ലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുപോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ഇഫ് it can be happen if you have RH negative blood and the fetus has RH positive blood. RH negative blood ആണ് മദറിനുള്ളത്, RH പോസിറ്റീവ് ആണ് ഫീറ്റസിന്റെ ബ്ലഡ് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുള്ളൂ. അതായത് നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ദെൻ അതർ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അനീമിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ദെൻ അത് ഇൻഫാന്റിന്റെ ഡെത്ത് വരെ കോസ് ചെയ്യും. ദെൻ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് ഉണ്ട്, അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ എഡീമ, enlargement of liver and spleen and cardiac failure leads to intrauterine death of fetus. അപ്പം യൂട്രസിൽ വെച്ച് തന്നെ ഫീറ്റസ് കില്ലായി പോകുക അല്ലെങ്കിൽ ഡെഡായി പോകുന്ന അവസ്ഥയാണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. അപ്പൊ അതില് എഡീമയ്ക്കും മുമ്പേ കൂട്ടി വരും, ലിവർ സ്പ്ലീനൊക്കെയും അതിന്റെ എൻലാർജ്മെന്റ് നടത്തും, അതുപോലെ തന്നെ കാർഡിയക് ഫെയിലിയറും ഉണ്ടാവും. ദെൻ കേർണിക് ടീറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. അതായത് ബ്രെയിൻ ഡാമേജ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഇപ്പൊ ബേസൽ ഗാംഗ്ലിയാസ്, ഹിപ്പോ ക്യാമ്പസ്, സെറിബെല്ലം, ഇതൊക്കെയും ബില്ലി റൂബിന്റെ എൻട്രി വഴി ഡാമേജ് ആയിപ്പോകും. ബില്ലി റൂബിൻ എന്ന് പറയുന്നത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ എൻട്രി വഴി ഡാമേജ് ആയി പോകുമ്പോൾ അവിടെ എന്തുണ്ടാകും, കേർണിക് ടീറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഇതൊക്കെയും കോംപ്ലിക്കേഷൻസ് ആണ്. ദെൻ ഈ ഒരു ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ആന്റിജൻ ഡി ഉള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ അതിന് ആന്റി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബോഡി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക RH നെഗറ്റീവ് മദറിന് എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്, 28th അല്ലെങ്കിൽ 34th വീക്ക് ഓഫ് ജസ്റ്റേഷനിലാണ് ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്നത്. Okay, then anti-D should be administered to RH negative mother within 48 hours of delivery. Delivery കഴിഞ്ഞിട്ട് 48 hours ആവുമ്പോഴേക്കും ഈ ഒരു ആന്റി-D വീണ്ടും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. ഇത് പാസീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ RH ആന്റിബോഡീസിന്റെ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, അല്ലെങ്കിൽ ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എക്സ്ചേഞ്ച് ചെയ്യും. ഇത്രയും പ്രിവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ആണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിനെ തടയാൻ വേണ്ടി ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ ഗ്രൂപ്പിംഗ് ആൻഡ് സിറം ഗ്രൂപ്പിംഗ്? ഇതും നിങ്ങളുടെ സിലബസിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ ഫോർവേഡ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ RBCസിലെ ആന്റിജൻ A ഉണ്ടോ B ഉണ്ടോ അതിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സെൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർവേഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ദെൻ സിറം ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് ആന്റി ബി ആന്റി എ, അതായത് ആന്റിബോഡി സിറത്തിലുണ്ടോ അതിന്റെ പ്രസൻസ് ആബ്സെൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് സിറം ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഫോർവേഡ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെൽ ഗ്രൂപ്പിംഗ്, അതെങ്ങനെയാണ്? ഏറ്റവും ഫസ്റ്റ് ആന്റിബോഡീസ് കൊടുക്കും. അപ്പം ഈ RBCസിലെ ആന്റിജൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സെൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അത് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ആന്റിജൻസ് പ്രസന്റ് ആണ് ആബ്സെന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. അപ്പൊ റിവേഴ്സ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ടും എന്താണ്, സിറം ഗ്രൂപ്പിംഗ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി ആന്റിജൻസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഈ ആന്റിജൻസ് അതായത് പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്നും എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ആന്റിബോഡീസ് ഏതാണ് വരുന്നത് നോക്കും. അതനുസരിച്ചാണ് അവിടെയുള്ള ആന്റിബോഡീസ് ആന്റി A ആണോ B ആണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ് സിറം ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പം സെൽ ഗ്രൂപ്പിംഗ് സിറം ഗ്രൂപ്പിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആന്റിജൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സിറം ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ആന്റിബോഡീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ സ്ലൈഡ് മെത്തേഡ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇത് രണ്ട് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്ലൈഡ് ടൈപ്പും ഒന്ന് ട്യൂബ് ടൈപ്പും. അപ്പം സ്ലൈഡ് ടൈപ്പ് അല്ലെങ്കിൽ സ്ലൈഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടോകോൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് 3 drops ഓഫ് ബ്ലഡ് ഒരു ഗ്ലാസ് സ്ലൈഡിന്റെ മുകളിൽ നമ്മൾ വെക്കുന്നു. ദെൻ അതിലോട്ട് ആന്റിസിറ ABD, അതായത് ആന്റിസിറാസ് എയും ബിയും ഡിയും സീക്വൻഷ്യലി ഓരോ ഡ്രോപ്പിന്റെ മുകളിലും വെക്കുന്നു. ഫസ്റ്റ് ഡ്രോപ്പിന്റെ മുകളിൽ ആന്റി A ആണെങ്കിൽ പിന്നെ B പിന്നെ D, അങ്ങനെ. ദെൻ പ്രോപ്പർലി അത് മിക്സ് ചെയ്യും ടൂത്ത് പിക്ക് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ടൂത്ത് പിക്ക് വേണം യൂസ് ചെയ്യാൻ. അത് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ക്ലംസ് ഫോം ചെയ്യും. അപ്പൊ ഈ ക്ലംസ് ഫോം ചെയ്തതനുസരിച്ചാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്നും A ഗ്രൂപ്പ് ആണോ B ഗ്രൂപ്പ് ആണോ, A പോസിറ്റീവ് ആണോ A നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം.
അപ്പം ഇതില് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് വേർതിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ AB പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ അതില് 3 കംസ് വരും. ഓക്കെ, ദെൻ ഈ ഒരു AB നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അഗ്ലൂട്ടിനേഷൻ അതായത് ക്ലംസ് ഫോം ചെയ്തിട്ടില്ല, അത് വെറുതെ കിടക്കാണ്. ആ സൊല്യൂഷനും ബ്ലഡ് ഒക്കെ വെറുതെ സെപ്പറേറ്റ് അല്ല, മിക്സ് ആയിട്ട് കിടക്കാണ്, പക്ഷെ ക്ലംസ് ഒന്നും അതിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്, ഇതെന്താണ്, പ്രസന്റ് അല്ല, ആന്റിജൻ ഡി പ്രസന്റ് അല്ല, സോ നെഗറ്റീവ് ആണ്. ഓക്കെ, AB നെഗറ്റീവ് ആണ്. എയിലും ക്ലംപ് ഉണ്ട്, ബിയിലും ക്ലംപ് ഉണ്ട്, ഡിയിൽ ക്ലംപ് ഇല്ല. അപ്പൊ എന്താണ്, ഡി എന്ന് പറയുന്നത് RH ആണ്. ഓക്കെ, അപ്പൊ ഡി ഇല്ലെങ്കിൽ എന്താണ്, RH നെഗറ്റീവ് ആണ്, സോ AB നെഗറ്റീവ്. ഇവിടെ ആണെങ്കിൽ എല്ലാത്തിലും ക്ലംപ് ഉണ്ട്, സോ AB പോസിറ്റീവ്. ഇവിടെയാണെങ്കിലോ, ഇവിടെ എയിൽ ക്ലംപ് ഉണ്ട്, ബിയിൽ ഇല്ല, ഡിയിലുണ്ട്. അപ്പൊ എ ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഡി ഉണ്ട്, അപ്പൊ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ബി ഉണ്ടോ, ഇല്ല, സോ എ പോസിറ്റീവ്. ഇവിടെയാണെങ്കിലോ എ നെഗറ്റീവ്. ഓക്കെ, ദെൻ ഇവിടെ ആണെങ്കിൽ എയിലില്ല, ബി ക്ലംപ് ആണ്, ഡി ക്ലംപ് ആണ്, അപ്പൊ ഇതെന്താണ്, ബി പോസിറ്റീവ് ആണ്. ഇവിടെ ആവുമ്പോഴോ ബി ക്ലംപ് ആണ്, ബാക്കിയുള്ളതില്ല, സോ എ ഇല്ല, ഡി ഇല്ല, സോ ബി നെഗറ്റീവ്. ദെൻ എയിലില്ല, ബിയിലില്ല, ഡിയിൽ ക്ലംപ് ഉണ്ട്, സോ അതെന്താണ്, എന്താണ്, O പോസിറ്റീവ് ആണ്. ഓക്കെ, ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരിക, എയിലും ഇല്ല, ബിയിലും ഇല്ല, സോ അതെന്താണ്, O ആണ്, 0 ആണെന്ന് പറയുന്ന പോലെ O ആണ്. ഈ ഡിയിൽ ക്ലംപ് ഉണ്ട്, സോ പോസിറ്റീവ് ആണ്. ഡിയിൽ ക്ലംപ് ഇല്ല, 3 ക്ലംപ് ഇല്ലെങ്കിൽ അതെന്താണ്, O നെഗറ്റീവ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സ്ലൈഡ് മെത്തേഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമ്മൾ A ടൈപ്പ്, B ടൈപ്പ്, AB ടൈപ്പ്, O ടൈപ്പിനൊക്കെ കുറിച്ച് പഠിച്ചു. അപ്പം ഇത് നമ്മൾ പഠിക്കാത്തൊരു ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് ഉണ്ട്, അതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ HH ഗ്രൂപ്പ് എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അങ്ങനെയും അതായത് AB ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ HH ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ബോംബെയിൽ തന്നെയാണ്, അതുകൊണ്ടാണ് ആ ഒരു പേര്. 1952 ഇത് ഡിസ്കവർ ചെയ്തത്. വെരി റയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇപ്പം ഒരു പോപ്പുലേഷനിൽ 0.004% അത്രയും ചാൻസ് മാത്രമാണ് ഇത് ഒക്വർ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ നെയിം ചെയ്തത് ഡോക്ടർ ബാൻഡെ ആണ്, അതുപോലെ ബാൻഡയുടെ കൊളീഗ്സ് ആണ്. ദെൻ ഈ ഒരു ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആ ഒരു ബോംബെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന് അതേ ബ്ലഡ് ഗ്രൂപ്പിലെ ഡോണേഴ്സിന് മാത്രമാണ് ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഈ HH അല്ലെങ്കിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത് YM ബാൻഡെ, ആ ഒരു ഡോക്ടറാണ് 1952. അപ്പം ഇവർക്ക് H ആന്റിജൻസ് അല്ലെങ്കിൽ A അല്ലെങ്കിൽ B ആന്റിജൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇവർക്ക് ആകെ കൂടി ഇറ്റ് ഓൺലി ഹാസ് ആൻ H ആന്റിബോഡി. ഇവർക്ക് ആന്റിജൻസ് ഉണ്ടാവില്ല, H ആന്റിജൻ ഉണ്ടാവില്ല, A ഉണ്ടാവില്ല, B ഉണ്ടാവില്ല, ആന്റിജൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ആകെ കൂടി ഉണ്ടാകുക H ആന്റിബോഡി മാത്രമാണ്. ഓക്കെ, H ആന്റിബോഡി മാത്രമുള്ള ആളുകളാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ആന്റിബോഡി മാത്രമുള്ള ആളുകളായിരുന്നു O ഗ്രൂപ്പുകാർ. അവർക്ക് A ഉണ്ട്, B ഉണ്ട്, ഇവർക്ക് H മാത്രമാണ് ഉള്ളത്. ഇനി ട്യൂബ് മെത്തേഡ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ട്യൂബ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോറി, ദാറ്റ് ഈസ് നോട്ട് വിസിബിൾ. അതായത് ഈ ട്യൂബ് മെത്തേഡിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് 3 ട്യൂബുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ ഇപ്പോ 3 ട്യൂബ് ഉണ്ടായിരിക്കും. ആ 3 ട്യൂബുകളിലാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ട്യൂബിൽ ഇപ്പൊ നമ്മള് ആന്റി സീറം A ആണ്, ഇവിടെ ആന്റി B ആണ്, അതുപോലെ ഈ ഒരു രീതിയിലാണ് കൊടുക്കുക. പിന്നെ RBCസും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും, RBCസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അഗ്ലൂട്ടിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവും, അഗ്ലൂട്ടിനേഷൻ വന്നിട്ടില്ലെങ്കിൽ നെഗറ്റീവ് എന്നുമാണ് പറയാം. അതായത് ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളതിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് ട്യൂബ് മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് മുതൽ ഒന്ന് ഓവർവ്യൂ പോവാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്കിനെ പറ്റിയിട്ടാണ്.
അപ്പം ബ്ലഡ് ബാങ്ക് ഇപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാണ്? ലാൻഡ്സ്റ്റീനർ ആണ്. അതിന് നോബൽ പ്രൈസ് കിട്ടി. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പറയുമ്പോൾ അതിലെ A ഗ്രൂപ്പിന് ആന്റിജൻ A മാത്രമാണ് ഉണ്ടാവുള്ളൂ, അതുപോലെ ND Bയും. ഓക്കെ, B ഗ്രൂപ്പ് ആവുമ്പോൾ ആന്റിജൻ Bയും ആന്റി Aയും. AB ആവുമ്പോൾ ആന്റിജൻ Aയും Bയും അതുപോലെ ആന്റിബോഡീസ് ഇല്ല. O ആവുമ്പോൾ ആന്റിജൻസ് ഇല്ല, ആന്റിബോഡി A ഉണ്ടാവും B ഉണ്ടാവും. ദെൻ കോമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ എക്ക് ADയും സ്വീകരിക്കാം, ODയും സ്വീകരിക്കാം. B ആവുമ്പോൾ BDയും സ്വീകരിക്കാം, ODയും സ്വീകരിക്കാം. AB ആകുമ്പോൾ എല്ലാവരുടെയും സ്വീകരിക്കാം. ബട്ട് O ആവുമ്പോൾ Oയുടെ മാത്രമാണ് പറ്റുള്ളൂ. പക്ഷെ Oക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. സോ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഡോണർ ആണ്. AB യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. ദെൻ RH ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. റീസസ് മങ്കീസിലാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. പിന്നെ വീനറും ലാൻഡ്സ്റ്റീനറും കൂടിയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത് RH ഫാക്ടർ RBCസിൽ ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. AB പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണമെങ്കിൽ RH നോക്കണം. അപ്പം D ആന്റിജൻ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ പോസിറ്റീവും ഇല്ലെങ്കിൽ നെഗറ്റീവും ആണ്. ദെൻ പിന്നീട് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. അതായത് മദറിന് നെഗറ്റീവും ഫീറ്റസിന് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് വരും. സോ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രിവെൻഷൻ മെത്തേഡ്സ്, അതായത് ANTI-D അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. ദെൻ അനീമിയ പോലുള്ള അല്ലെങ്കിൽ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്, കെർണിക് ഇതൊക്കെയും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് ഉണ്ടാകുന്നത്. ദെൻ സെൽ ഗ്രൂപ്പിങ്ങും സിറം ഗ്രൂപ്പിങ്ങും പറഞ്ഞു. അതായത് സെൽ ഗ്രൂപ്പിംഗ് ഇപ്പം ആന്റിജൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ സിറം ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് ആന്റിബോഡീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്ലൈഡ് മെത്തേഡ് പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ 3, അതായത് ADയും BDയും DDയും ആന്റി സിറാസ് ആണ് ഒഴിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ ക്ലംസ് വരുന്നുണ്ടോ നോക്കും. അതനുസരിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഇതിലൊന്നും വരാത്തൊരു ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്, HH ഗ്രൂപ്പ് എന്നാണ് പറയുക. കണ്ടുപിടിച്ചത് ബാൻഡെ ആണ് ബോംബെയിൽ വെച്ചിട്ട്. ഇവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ നിന്ന് തന്നെയാണ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇവരിലെ HH അല്ലെങ്കിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിലെ H ആന്റിജനോ Aയോ Bയോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആകെ കൂടി ഉണ്ടായിരിക്കുക H ആന്റിബോഡീസ് മാത്രമാണ്. ദെൻ ട്യൂബ് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇതും സമ്മോ സ്ലൈഡ് ടൈപ്പിനെ പോലെ തന്നെയാണ്. ബട്ട് ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഓക്കെ, ഇതിലൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ലൈഡ് അല്ല യൂസ് ചെയ്യുന്നത്, സ്ലൈഡിന് പകരം ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്നതൊക്കെയും അത് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലീബോട്ടമി. അതായത് ഇപ്പൊ നമ്മൾ യൂഷ്വലി പറഞ്ഞു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അത് തന്നെയാണ് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലീബോട്ടമിയിലും ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്ലീബോട്ടമി മീൻസ് ഇപ്പൊ വെയിൻസിൽ നിന്നും ബ്ലഡ് എടുക്കുന്നു, ട്രാൻസ്ഫ്യൂഷൻ മീൻസ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ദാറ്റ്സ് ഓക്കെ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഡോണർ സ്ക്രീനിങ് അല്ലെങ്കിൽ ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ. ഇപ്പൊ നമുക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാനൊന്നും പറ്റില്ല. അതിന് ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്, സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, ഡോണർ സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതാണ് അവിടെ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സേഫ് ആണ്, എഫിക്കസി ആണെന്നുണ്ടെങ്കിൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഡോണർ സ്ക്രീനിങ്ങും ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഒക്കെയും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ബ്ലഡ് ഡൊണേറ്റിംഗ് ക്യാമ്പ്സില അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി ഇത് ഓർമ്മയിൽ വരും. പറയുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂ ആണ്. അതായത് ഏറ്റവും ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. ഇപ്പൊ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന ഒരു ക്യാമ്പ്സിൽ, ബ്ലഡ് ഡൊണേറ്റിംഗ് ക്യാമ്പ്സിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവും. ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്നത് ക്വസ്റ്റ്യനെയർ ആണ്. അപ്പൊ അതിൽ ഒരുപാട് ട്രാൻസ്മിസിബിൾ ഡിസീസിനെ പറ്റിയിട്ടൊക്കെയും ചോദിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എൻഡമിക് ഏരിയാസിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും ചോദിച്ചിട്ടുണ്ടാകും, മേ ബി അയർലൻഡ്സിലൊക്കെയും. അപ്പം അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വല്ല ഇൽനെസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷന്റെ സമയത്താണ് അലർജിക്കുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ദെൻ വൈറ്റൽ സൈൻസ്, അതായത് ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ്, ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് അവർ ഗുഡ് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കും.
അതായത് ഒരു മിനിമം ഹീമോഗ്ലോബിൻ ലെവൽ ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ ഒരു 14 അത്രയും വേണം തോന്നുന്നുണ്ട് ഹീമോഗ്ലോബിൻ ലെവല്. അപ്പൊ അത്രയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്ക്രീനിങ്, അതായത് വല്ല ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ബിഹേവിയർ റിസ്ക് അസസ്മെന്റ്, അതായത് ഇവർക്ക് ഇപ്പം ഡൊണേറ്റ് ചെയ്യാൻ വന്നവർക്ക് വല്ല ട്രാൻസ്മിറ്റിംഗ് ഇൻഫെക്ഷൻസ്, ഇപ്പൊ വല്ല ഹൈ റിസ്ക് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണോ, ഇൻട്രാവീനസ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണോ, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ ട്രാവൽ ഹിസ്റ്ററി, അതായത് എൻഡമിക് ഡിസീസ് ഉള്ള ഏരിയാസിലോട്ട് അല്ലെങ്കിൽ എൻഡമിക് ഏരിയാസിലോട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഏജ് ആൻഡ് വെയ്റ്റ് റിക്വയർമെന്റ്സ്, അതായത് ഇപ്പം ഒരു ഡോണർ എന്ന് പറയുന്നത് സെർട്ടൻ റേഞ്ച്, അതായത് ഒരു 18 to 65 ഇയേഴ്സിനുള്ളിൽ വരണം, അവർക്ക് മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മിനിമം വെയിറ്റ് റിക്വയർമെന്റ്സ്, അതായത് ഇപ്പൊ BMI ഒന്നും അല്ലെങ്കിലും മിനിമം വെയിറ്റ് വേണം, എന്നാൽ മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ടെമ്പററി ഡിഫറൻസ്, ഡോണേഴ്സ് ഇപ്പം എപ്പോഴും സർജറി കഴിഞ്ഞവര് അല്ലെങ്കിൽ വാക്സിനേഷൻ കഴിഞ്ഞവര് അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഡോണേഴ്സിനെ മാറ്റി നിർത്തും. അവരെ തന്നെ ഡോണേഴ്സ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെയുള്ള വാക്സിൻസ് അല്ലെങ്കിൽ സർജറിയുടെ ആഫ്റ്റർ എഫക്ട്സ് പോയിട്ടുണ്ടാവില്ല, അതുകൊണ്ട്. ദെൻ പെർമനന്റ് ഡിഫറൻസ് ഉണ്ട്, അതായത് ഇപ്പൊ ചില ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കാം, ഇപ്പം അതുപോലുള്ള ഡിസീസസ് ഉണ്ട്, അതായത് ഇപ്പം ക്രോയിൻസ് ഫെൽറ്റ്, യാക്കോബ് ഡിസീസ്, അതുപോലെ ക്യാൻസേഴ്സ്, ക്രോണിക് ഇൻഫെക്ഷൻസ്, ഇങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പെർമനന്റ് ഡിഫറൻസ് ആണ്. അപ്പൊ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ ഇത്രയും ക്രൈറ്റീരിയാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സേഫ്ലി ആയിട്ട് അല്ലെങ്കിൽ എഫിക്കസിയോട് കൂടി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ റിസിപ്പിയൻസിനാണ് അതിന്റെ ദോഷങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഇപ്പം ഈ ഒരു ബ്ലഡ് ബാങ്ക്സിൽ ഒരുപാട് ആന്റി കൊയാഗുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, എടുത്തു വെച്ചിട്ടുള്ള ബ്ലഡ് കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആന്റി കൊയാഗുലൻസ് യൂസ് ചെയ്യുന്നത്. ഇവര് കെമിക്കൽ ഏജൻസ് ആണ്, ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ബ്ലഡ് കമ്പണൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊയാഗുലേഷനെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക്സിൽ ഇതുപോലെ ബ്ലഡ് പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കെയാണ് ആന്റി കൊയാഗുലൻസ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്ലഡ് ആയിട്ട് പെട്ടെന്ന് സോല്യബിൾ ആകണം, അതുപോലെ തന്നെ ബ്ലഡിന് ഫ്ലൂയിഡ് കണ്ടീഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നവയാകണം. ഹിമോലിസിസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ദെൻ ചേഞ്ച് ദ സൈസ് ഓഫ് RBCസിന്റെ സൈസിലൊന്നും ഷേപ്പിലൊന്നും വ്യത്യാസം വരുത്താൻ പാടില്ല. മിനിമൈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ല്യൂക്കോസൈറ്റിന്റെ ഡിസ്ട്രക്ഷൻ വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അഗ്രിഗേഷന് സമ്മതിക്കാൻ പാടില്ല. പ്ലേറ്റ്ലെറ്റ്സിന്റെ അഗ്രിഗേഷൻ വന്നാലാണ് ക്ലോട്ടിങ് ഉണ്ടാവുക. അപ്പൊ അത് സമ്മതിക്കാത്തതായിരിക്കും ഇങ്ങനെയുള്ള ആന്റി കൊയാഗുലന്റ് ഏജൻസ്. സോ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ആന്റി കൊയാഗുലന്റ് ആണ് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരിക്കുക. ബ്ലഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആന്റി കൊയാഗുലൻസ് വേറെ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ACD, ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്, അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. CPD, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്. ദെൻ CPDA, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡീനൈൻ. ഇത്രയും ആന്റി കൊയാഗുലൻസ് ആണ് ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. ദെൻ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ബ്ലഡ്. ഇപ്പൊ ബ്ലഡ് ബാങ്ക്സിൽ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് നടത്തും. ഇപ്പൊ നമ്മൾ മുമ്പ് ABO സിസ്റ്റം പഠിച്ച സമയത്ത് കോമ്പാറ്റബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് A ആണെങ്കിൽ Aയിൽ നിന്നും Oയിൽ നിന്നും വാങ്ങാം, B ആണെങ്കിൽ Bയിൽ നിന്നും Oയിൽ നിന്നും വാങ്ങാം. ദെൻ AB ആണെങ്കിൽ എല്ലാവരിൽ നിന്നും റിസീവ് ചെയ്യാം, O ആണെങ്കിൽ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം, Oയിൽ നിന്നും മാത്രം വാങ്ങാം. അപ്പൊ അങ്ങനെയുള്ള കോമ്പാറ്റബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിക്ക് വെച്ച് തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും നടത്തുന്നത്. A ആണെങ്കിൽ Aയിൽ നിന്നും Oയിൽ നിന്നും മാത്രമേ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അതിന് ഇമ്മ്യൂണിറ്റിക്കാണ് പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, ദെൻ 2 മെയിൻ ആസ്പെക്ട്സ് ആണ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബ്ലഡ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. A ആണെങ്കിൽ Aയിൽ നിന്നും Oയിൽ നിന്നും, അങ്ങനെയുള്ള രീതിക്കാണ് ബ്ലഡ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഏതൊക്കെ ആന്റിജൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടുള്ളത്, അതേ രീതിയിലുള്ള ബ്ലഡ് വേണം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്.
സോ അതിനാണ് ABO കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സേഫ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പാറ്റബിലിറ്റി നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്ലഡ് കോമ്പാറ്റബിലിറ്റി നോക്കുന്ന സമയത്ത് അവിടെ വരാനുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് transfusion of incompatible blood can lead to serious complications such as hemolytic reactions. ഇപ്പൊ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇപ്പൊ A ആണെങ്കിൽ AB സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്, അതായത് മാച്ചിങ് അല്ലാത്തത്. അപ്പൊ അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഹീമോലിറ്റിക് റിയാക്ഷൻസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് വേണം സ്വീകരിക്കാൻ എന്നുള്ളത് പറയുന്നത്. Then, therefore, rigorous testing and adherence to protocols are essential to ensure safe blood transfusions and minimize risk to patients. അപ്പം ഇങ്ങനെയുള്ള കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ റിസ്ക് കുറയ്ക്കാനും സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ക്രോസ് മാച്ചിങ് ആണ് പിന്നീട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു ക്രോസ് മാച്ചിങ് സമയത്ത് ഡോണേഴ്സിന്റെ ബ്ലഡ് എടുക്കും, സാമ്പിൾ എടുക്കും, ദെൻ റെസിപ്പിയൻസിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ദെൻ ഡിറ്റക്ട് എനി പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് റിയാക്ഷൻസ്. ഇനി അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് സ്വീകരിക്കില്ല. Then cross-matching tests ensure that there are no unexpected antibodies in the recipient's blood that could react with the donor's blood cell. അതായത് ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് റെസിപ്പിയന്റിന്റെ ബ്ലഡിൽ വല്ല ആന്റിബോഡീസ് ഉണ്ടോ, അതായത് ഇപ്പം ഡോണറിന്റെ ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്ത് റെസിപ്പിയന്റിന്റെ ബ്ലഡിലെ ആന്റിജൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അതെന്തിന് കാരണമാവും? അവിടെ റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ ഡോണർ ബ്ലഡ് സെൽസ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത്. അതായത് ഡോണറിന്റെ ബ്ലഡും സാമ്പിൾ എടുക്കും, റെസിപ്പിയന്റിന്റെ ബ്ലഡും സാമ്പിൾ എടുക്കും, കോമ്പാറ്റബിലിറ്റി നോക്കും, അല്ലെങ്കിൽ ക്രോസ് മാച്ചിങ് ചെയ്യും. ആ സമയത്ത് റെസിപ്പിയന്റിന്റെ ബ്ലഡില് ഇപ്പോ ഡോണേഴ്സിന്റെ ബ്ലഡിൽ നിന്നും വരുമ്പോൾ ഇവിടെ ആന്റിബോഡീസ് ഉണ്ട് അവർക്കെതിരായിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് ടൈപ്പ് സ്വീകരിക്കില്ല. അങ്ങനെയാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത്. അപ്പൊ ക്രോസ് മാച്ചിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കോമ്പാറ്റബിൾ ആണോ ഇൻകോമ്പാറ്റബിൾ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു തരത്തിലാണ്. അതായത് ഇപ്പം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇതാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് റെസിപ്പിയന്റിന്റെ സീറം എടുത്തു, ഡോണേഴ്സിന്റെ റെഡ് ബ്ലഡ് സെൽസ് എടുത്തു, അത് കഴിഞ്ഞിട്ട് അതൊരു 37 ഡിഗ്രി ആ ഒരു ഫാരൻ ഹീറ്റിൽ വെച്ചു, അല്ലെങ്കിൽ ഒരു 1 അവർ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് AHD ആഡ് ചെയ്യും. AHD ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻട്രിഫ്യൂഗ് ചെയ്യും. അത് കഴിയുമ്പോൾ അവിടെ ഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതെന്താണ്? കോമ്പാറ്റബിൾ ആണ്. ഇനി ഇൻകോമ്പാറ്റബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പൊ റെസിപ്പിയന്റിന്റെ സീറം ഉണ്ട്, ഡോണറിന്റെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. സീറത്തിലാണല്ലോ ആന്റിബോഡീസ് കാണുന്നത്, റെഡ് ബ്ലഡ് സെൽസിലാണ് ആന്റിജൻസ് കാണുന്നത്. സോ അതുകൊണ്ടാണ് റെസിപ്പിയന്റിന്റെ സീറും ഡോണറിന്റെ റെഡ് ബ്ലഡ് സെൽസും എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യും, വീണ്ടും ഇൻക്യൂബേറ്റ് ചെയ്യും 37 ഫാരൻഹീറ്റിൽ 1 അവറിൽ, AHD ആഡ് ചെയ്യും, ദെൻ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യുമ്പോൾ അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻകോമ്പാറ്റബിൾ ആണ്, കട്ടയാകുന്നുണ്ടെങ്കിൽ ഇൻകോമ്പാറ്റബിൾ ആണ്. ഇങ്ങനെയാണ് ക്രോസ് മാച്ച് നോക്കുന്നത്. ക്രോസ് മാച്ച് മെയിൻ ആയിട്ട് പറഞ്ഞു റെസിപ്പിയന്റിന്റെ ബ്ലഡില് ഇങ്ങനെ ആന്റിബോഡീസ് ഉണ്ടാവും ചില സമയത്ത്. അപ്പൊ ഡോണറിന്റെ ബ്ലഡിൽ അതിനുള്ള ആന്റിജൻസ് ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻസ് വരും. സോ ആന്റിബോഡീസ് എവിടെയാണ് കാണുക? സീറത്തിലാണ്. അപ്പൊ ആന്റിജൻസ് എവിടെയാണ് കാണുക? RBCസിലാണ്. സോ അതുകൊണ്ടാണ് റെസിപ്പിയന്റിന്റെ സീറും ഡോണറിന്റെ RBCയും എടുത്തിട്ട് വരെ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചതാണ്. പേഷ്യന്റിന്റെ സീറം എടുത്തു, ഡോണറിന്റെ RBC എടുത്തു. സീറം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആന്റിബോഡീസ് ആണ് നമുക്ക് നോക്കേണ്ടത്, RBC എടുത്തത് ആന്റിജൻസ് ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് മിക്സ് ചെയ്തു, ഇൻക്യൂബേറ്റ് ചെയ്തു, ദെൻ AHG ആഡ് ചെയ്തു, ദെൻ ഗ്ലൂട്ടിനേഷൻ ഉണ്ടോ നോക്കി, ഇല്ലെങ്കിൽ കോമ്പാറ്റബിൾ, ഉണ്ടെങ്കിൽ ഇൻകോമ്പാറ്റബിൾ. ദെൻ ഇപ്പൊ ഈ ഒരു ക്രോസ് മാച്ചിങ് ആ ഒരു മെത്തേഡിന് 3 ഫേസസ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. സലൈൻ ഫേസ് അറ്റ് റൂം ടെമ്പറേച്ചേഴ്സ് ആൻഡ് സലൈൻ ഫേസ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചേഴ്സ്, ആന്റി H ഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻ. അപ്പം ഇത്രയും, അതായത് ഇപ്പൊ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് സലൈൻ ഫേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് മിക്സ് ചെയ്തിട്ട്
ഉള്ളതാണ് സലൈൻ ഫേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ദെൻ 37 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു ഫേസ്. ദെൻ അത് കഴിയുമ്പോൾ AHG, അതായത് ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻസ് ആഡ് ചെയ്യും. അതാണ് ഈ ഒരു ഫേസ്. ഓക്കെ, അപ്പം ഇത്രയും ഫേസസ് ആണ് ആർക്കുള്ളത്? ക്രോസ് മാച്ചിങ് ആ ഒരു ടെസ്റ്റിന് ഉള്ളത്. ഇത്രയും ഫേസസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലാണ് അത് കോമ്പാറ്റബിൾ ആണോ കോമ്പാറ്റബിൾ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ റൂം ടെമ്പറേച്ചർ ജസ്റ്റ് ആ മിക്സ് ചെയ്യുന്ന ആ ഒരു 1 സെക്കൻഡ് ആണ് റൂം ടെമ്പറേച്ചർ. അപ്പം അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ വീണ്ടും 37 ഡിഗ്രി സെൽഷ്യസിലോട്ട് വെക്കും. അത് കഴിയുമ്പോൾ ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇപ്പോ കോമ്പാറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തു കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലീബോട്ടമീനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കോമ്പാറ്റബിൾ ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നു പറഞ്ഞു. അതാണ് ഡോണർ സ്ക്രീനിങ് അല്ലെങ്കിൽ ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂ നോക്കും. അതായത് ഇപ്പോൾ വല്ല ട്രാൻസ്മിസിബിൾ ഡിസീസ് ഉണ്ടോ, എൻഡമിക് ഏരിയാസിലോട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് എൻഡമിക് ഡിസീസസ് കാണും. സോ അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യണമെന്നില്ല, സിംറ്റംസ് കാണിക്കണമെന്നില്ല. സോ അതുകൊണ്ടാണ് എൻഡമിക് ഏരിയാസിലോട്ട് പോയതിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. ദെൻ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതെല്ലാം നോക്കുന്നത് മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂ സമയത്താണ്. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇൽനെസ്, അലർജി കണ്ടീഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിൽ പറയാം. വൈറ്റൽ സയൻസ്, അതായത് പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ നോക്കും. ദെൻ ഹീമോഗ്ലോബിൻ ലെവൽ, ഇപ്പൊ 14 ഒക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ നോക്കും. അതില്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യും. ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് B, C, സിഫിലിസ്, അങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ഉണ്ടോ നോക്കും. ദെൻ ബിഹേവിയർ റിസ്ക് അസസ്മെന്റ്, അതായത് ഹൈ റിസ്ക് സെക്ഷൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നവരാണോ, ദെൻ ഇൻട്രാവേനസ് ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ്. സോ അവരൊന്നും ഈ ഒരു രീതിയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. ട്രാവൽ ഹിസ്റ്ററി, ഇപ്പൊ ഇവര് എൻഡമിക് ഡിസീസ് ഉള്ള സ്ഥലത്തോട്ട് പോകുന്നവരാണ്, ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി നോക്കിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ഏജ്, വെയിറ്റ്, ഇപ്പൊ ഏജ് ഒരു 18 to 65 ഇയേഴ്സിന് ഇടയിൽ വരണം. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു മിനിമൽ ആയിരിക്കണം. അതായത് BMI വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു മിനിമം വെയിറ്റ് ഉണ്ടെങ്കിലാണ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടെമ്പററി ഡിഫറൻസ്, അതായത് ഇപ്പം വാക്സിൻസ് ഒക്കെ നമ്മൾ ഒരു സമയത്ത് എടുത്ത് കുറച്ച് നാൾ, ഒരു 2-3 months കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ടെമ്പററി ഡിഫറൻസ് ആണ്. ബട്ട് പെർമനന്റ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ക്രോയ്സ്ഫെൽഡ് യാക്കോബ് ഡിസീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ, അതുപോലെ ക്രോണിക് ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഒരിക്കലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഫോളോ ചെയ്തവരിൽ മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമാണ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്ട്സ് ആർക്കാണ് ഉണ്ടാകുക, ഇത് സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഉണ്ടായിരിക്കുക. ദെൻ ആന്റി കൊയാഗുലൻസ്, ഇപ്പം പറയുമ്പോൾ ബ്ലഡ് ബാങ്കിൽ ഒരുപാട് ബ്ലഡ് വരുന്ന സമയത്ത് അത് പ്രിസർവ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ആന്റി കൊയാഗുലൻസ്. സോ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് ആണ്. ഓക്കെ, അപ്പം വേറെ ഏതൊക്കെ ഉണ്ട് നോക്കാം. സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് ഉണ്ട്, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനൈൻ ഉണ്ട്. അപ്പൊ ഇത്രയും ആന്റി കൊയാഗുലൻസ് ആണ് ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. ദെൻ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്, നമ്മൾ പറഞ്ഞു ABO വെച്ചിട്ട്, അതായത് A ആണെങ്കിൽ Aയിൽ നിന്നും Oയിൽ നിന്നും, AB ആണെങ്കിൽ എല്ലാവരിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ O ആണെങ്കിൽ Oയിൽ നിന്നും മാത്രം. ഇങ്ങനെയുള്ള കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യണം. അതാണ് ബ്ലഡ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി പറയുന്നത്. ദെൻ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ ഒരു കോമ്പാറ്റബിലിറ്റി, അപ്പൊ അങ്ങനെ നമ്മൾ സെയിം അല്ല റിസീവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ്, അല്ലെങ്കിൽ അത് വരുന്ന RBCസിന്, ഡോണറിൽ നിന്ന് സ്വീകരിക്കുന്ന RBCസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതിനാണ് എന്ത് ചെയ്യുന്നത്, കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് വേറെയാണ് ക്രോസ് മാച്ചിങ്. അപ്പൊ റെസിപ്പിയന്റിന്റെ ബ്ലഡിൽ ആന്റിബോഡീസ് ഉണ്ടോ, ഡോണറിന്റെ RBCസിലുള്ള ആന്റിജൻസിനായിട്ട് റിയാക്ട് ചെയ്യാൻ. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത്.
ആ ഒരു സമയത്ത് റെസിപ്പിയന്റിന്റെ സീറും ഡോണറിന്റെ RBC ആണ് മിക്സ് ചെയ്യുന്നത്. 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1 അവറിൽ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻസ് ആഡ് ചെയ്യും. സോ വീണ്ടും അത് കൊയാഗുലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ കോമ്പാറ്റബിൾ അല്ല, കൊയാഗുലേഷൻ നടത്തുന്നില്ലെങ്കിൽ കോമ്പാറ്റബിൾ ആണ്, ഓർ അഗ്ലൂട്ടിനേഷൻ നടത്തുന്നില്ലെങ്കിൽ കോമ്പാറ്റബിൾ ആണ്. ആ ഒരു രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അതിന് 3 ഫേസസ് ആണ്. സലൈൻ ഫേസ് അറ്റ് റൂം ടെമ്പറേച്ചർ, സലൈൻ ഫേസ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് ആന്റി ഹീമോഗ്ലോബിൻ. അപ്പം ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ടാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത്. ഇത്രയാണ് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലീബോട്ടമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ 2 ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ബ്ലഡ്, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ്, അതുപോലെ അതെങ്ങനെ ഇമ്മ്യൂണോ ഹിമറ്റോളജിക്കൽ കണ്ടീഷൻസ് പറഞ്ഞു. ദെൻ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലീബോട്ടമീനെ പറ്റിയിട്ട് പറഞ്ഞു. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ ബ്ലഡ് അതുപോലെ ഫ്ലീബോട്ടമി ആ ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്യുക ആ ഒരു രീതിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹ്യൂമറ്റോളജി ആ ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് വെച്ച് ചെയ്യുന്നത്. ദെൻ ഇന്ന് നമ്മൾ ബ്ലഡ് ബാങ്കിങ്, അതുപോലെ ഇമ്മ്യൂണോ ഹിമറ്റോളജി, ദെൻ ട്രാൻസ്ഫ്യൂഷൻ, എങ്ങനെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം, ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണുള്ളത്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.